നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ വെട്ടിലാക്കി അപ്രതീക്ഷിതമായിട്ടായിരുന്നു സൗദി കുവൈറ്റ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ ഇതിനിടയിൽ യുഎയിൽ നിരവധി ഇന്ത്യക്കാർ കുടുങ്ങിപ്പോയ അവസ്ഥയുണ്ടായി. ഇപ്പോൾ നിർണായകമായ ഒരു അറിയിപ്പ് നടത്തിയിരിക്കുകയാണ് എംബസി. യുഎയിൽ കുടുങ്ങിയ ഇന്ത്യക്കാർ നാട്ടിലേക്ക് മടങ്ങണമെന്ന് എംബസി അറിയിച്ചിരിക്കുകയാണ്. യുഎയിൽ കുടുങ്ങിയ ഇന്ത്യക്കാർ നാട്ടിലേക്ക് മടങ്ങണമെന്ന് ഇന്ത്യൻ എംബസി പത്രക്കുറിപ്പിലൂടെയാണ് അറിയിപ്പ് പുറത്തുവിട്ടത്. മാത്രമല്ല, ഗൾഫ് നാടുകളിൽ പറക്കുന്നവർ ചില കാര്യങ്ങൾ കൂടെ അറിഞ്ഞ ശേഷം മാത്രം അങ്ങോട്ട് പോവുക എന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കൊറോണയുമായി ബന്ധപ്പെട്ട് നിരവധി മാറ്റങ്ങളും തീരുമാനങ്ങളുമാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ അങ്ങ് പോകാതെ പോകുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയ ശേഷം മാത്രം യാത്രയ്ക്ക് ഒരുങ്ങുക. യാത്ര പോകുന്ന രാജ്യത്തെ ഏറ്റവും പുതിയ വ്യവസ്ഥകൾ അനുസരിച്ച് മാത്രമേ ഇനിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടുള്ളൂ. കർശന കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ദുബായ്, അബുദാബി വഴിയുള്ള സൗദി, കുവൈറ്റ് യാത്ര താൽക്കാലികമായി സാധ്യമല്ല. എല്ലാ ഇന്ത്യക്കാരും യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അതത് രാജ്യങ്ങളിലെ നിബന്ധനകളെ പറ്റി മനസ്സിലാക്കുകയും അപ്രതീക്ഷിതമായ ആവശ്യങ്ങൾക്ക് കൂടിയുള്ള വസ്തുക്കളും പണവും കരുതുകയും ചെയ്യണമെന്നും ഇതിൽ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ പിന്നീട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും പ്രവാസികൾ യാത്രയ്ക്കൊരുങ്ങുന്നത് അതിനു മുന്നേ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാണോ അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിഞ്ഞിരിക്കുക. യാത്രാ നിരോധനം എപ്പോൾ അവസാനിപ്പിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നിരിക്കെ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് പ്രവാസി യാത്രക്കാർ. പ്രവാസികളെ രക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി സംഘടനകൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. കോവിഡ് വ്യാപന ഭീതിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 20 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദി അറേബ്യ യാത്രാ വിലക്ക് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നൂറുകണക്കിന് ഇന്ത്യക്കാർ ദുബായിൽ കുടുങ്ങി. അതുവരെ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥ പ്രകാരം ദുബായിൽ 14 ദിവസത്തെ ക്വാറന്റൈൻ വാസം കഴിഞ്ഞ് സൗദിയിലേക്ക് തിരിക്കാൻ ദുബായിൽ താമസിക്കുന്നവരാണ് പെട്ടെന്നുണ്ടായ പുതിയ യാത്രാ നിരോധനത്തെ തുടർന്ന് പ്രതിസന്ധിയിലായത്. കോവിഡ് വ്യാപനം രൂക്ഷമായ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നേരിട്ട് സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിലക്കുണ്ടായിരുന്നു. മറ്റൊരു രാജ്യത്ത് 14 ദിവസത്തെ ക്വാറന്റൈൻ വാസം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ സൗദിയിൽ പ്രവേശിക്കാവൂ എന്നാണ് നിയമം. ഇത് പാലിക്കുന്നതിന് വേണ്ടി യുഎഇ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ സൗദിയിലേക്ക് യാത്ര ചെയ്യാറുള്ളത്. എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേരും ദുബായിലാണ് ഇതിനായി തിരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇവർ ദുബായിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. യാത്രാ നിരോധനം എപ്പോൾ അവസാനിപ്പിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നിരിക്കെ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലായിരുന്നു പ്രവാസി യാത്രക്കാർ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.